ന്യൂയോർക്കിൽ വെച്ച് ഖലിസ്ഥാൻ വിഘടനവാദി നേതാവ് ഗുർപത്വർ സിംഗ് പന്നുവിനെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ ഇന്ത്യൻ പൗരനായ നിഖിൽ ഗുപ്ത മാൻഹട്ടൻ ഫെഡറൽ കോടതിയിൽ കുറ്റം സമ്മതിച്ചു. കൊലപാതകത്തിനായി വാടക കൊലയാളിയെ ഏർപ്പാടാക്കൽ, ഗൂഢാലോചന, കള്ളപ്പണം വെളുപ്പിക്കൽ എന്നീ 3 പ്രധാന കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. 2026 മെയ് 29 കോടതി ശിക്ഷാവിധി പ്രഖ്യാപിക്കും. പരമാവധി 40 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണിവയെങ്കിലും കുറ്റസമ്മതത്തിന്റെ അടിസ്ഥാനത്തിൽ 21 മുതൽ 24 വർഷം വരെ ശിക്ഷ നൽകാനാണ് പ്രോസിക്യൂഷൻ ശുപാർശ ചെയ്തിരിക്കുന്നതെന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഒരു ഇന്ത്യൻ സർക്കാർ ഉദ്യോഗസ്ഥനും വാടക കൊലയാളിക്കുമിടയിൽ ഇടനിലക്കാരനായി ഗുപ്ത പ്രവർത്തിച്ചു എന്നാണ് UN പ്രോസിക്യൂട്ടർമാരുടെ കണ്ടെത്തൽ. ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയിലെ മുൻ ഉദ്യോഗസ്ഥനായ വികാസ് യാദവാണ് ഗൂഢാലോചനയ്ക്ക് പിന്നിലെന്ന് അമേരിക്ക ആരോപിക്കുന്നു. പന്നൂനെ വധിക്കാൻ $1 ലക്ഷം ഇറാൻ വാഗ്ദാനം ചെയ്തിരുന്നത്. എന്നാൽ ഗുപ്ത ബന്ധപ്പെട്ടത് ഒരു അണ്ടർ കവർ ഫെഡറൽ ഏജന്റിനോടായിരുന്നു എന്നതാണ് ഗൂഢാലോചന പരാജയപ്പെടാൻ കാരണം. ഇതിനായി $15,000 മുൻകൂറായി നൽകുകയും പന്നുവിന്റെ വിലാസവും ഫോൺ നമ്പറും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ കൈമാറുകയും ചെയ്തിരുന്നു. 2023 ജൂണിലെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശന വേളയിൽ വധശ്രമം നടത്തരുതെന്ന് ഗുപ്ത നിർദ്ദേശിച്ചിരുന്നതായി കോടതി രേഖകൾ വ്യക്തമാക്കുന്നു. എന്നാൽ കാനഡയിൽ ഖലിസ്ഥാൻ നേതാവ് ഹർദീപ് സിംഗ് നിജാർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇനി വൈകേണ്ടതില്ലെന്ന് ഗുപ്ത വാടക കൊലയാളിയോട് പറഞ്ഞു. ഗ്രഡ് എൻഫോഴ്സ്മെന്റ് അഡ്മിനിസ്ട്രേഷനും FBI-യും ചേർന്നാണ് ഈ പദ്ധതി തടഞ്ഞതെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. പന്നൂനെ ഇന്ത്യൻ ഭീകരനായി പ്രഖ്യാപിച്ചിട്ടുള്ള വ്യക്തിയാണെങ്കിലും അമേരിക്കൻ മണ്ണിൽ വെച്ച് നടന്ന ഈ വധശ്രമം വലിയ നയതന്ത്ര ചർച്ചകൾക്ക് വഴിതെളിച്ചു. 2023 ജൂണിൽ ചെക്ക് റിപ്പബ്ലിക്കിലെ പ്രാഗ് വിമാനത്താവളത്തിൽ വെച്ചാണ് ഗുപ്ത അറസ്റ്റിലായത്. 1 വർഷത്തിനു ശേഷം 2024 ഇയാളെ അമേരിക്കയ്ക്ക് കൈമാറി. കേസിൽ വിചാരണ നേരിടുന്നതിനേക്കാൾ കുറ്റം സമ്മതിക്കുന്നതാണ് ഉചിതമെന്ന് ഗുപ്ത തീരുമാനിക്കുകയായിരുന്നുവെന്നാണ് വിവരം. ഇതിലൂടെ കേസിന് ആധാരമായ വയർ ടാപ്പ് തെളിവുകളും വീഡിയോകളും പരസ്യമായി വിചാരണവേളയിൽ പുറത്തുവരുന്നത് ഒഴിവാക്കാൻ ഇയാൾക്ക് സാധിച്ചേക്കും. പന്നൂനെതിരെയുള്ള വധശ്രമത്തിൽ സർക്കാരിന് പങ്കുണ്ടെന്ന ആരോപണം ഇന്ത്യ തള്ളിക്കളഞ്ഞെങ്കിലും അമേരിക്കയുടെ ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ഇന്ത്യ ഇതിനകം തന്നെ ഒരു ഉന്നത സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്.